വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് സ്റ്റോറീസ്. ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പം ദുബായിൽ വന്നിട്ട് ഒരു വ്ളോഗ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഒന്നുമില്ല, നമ്മളുടെ ഒരു ദിവസം ഇപ്പോൾ സൺഡേ ആണ്. പൊതുവെ സൺഡേ നാട്ടിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ കുയറിന് പോവുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞായറാഴ്ചകൾ എങ്ങനെയൊക്കെ പോയാലും 10:30 കഴിയാതെ ഉറക്കം എഴുന്നേൽക്കാൻ പറ്റത്തില്ല. കാര്യം ആഴ്ചയിൽ ഒരു ദിവസമാണ് കുറച്ച് സമയം കിട്ടുന്നത്. അത് ഏറെക്കുറെ ഉറങ്ങി തീർക്കും. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഇപ്പം വന്ദനയും ഇവാച്ചനും ഒക്കെ ഉണ്ട്. അവരിവിടെ വന്നിട്ട് 1-2 മാസമായി. അപ്പോൾ നമ്മൾ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇതുവരെ ചെയ്യാതിരുന്നത്. നമ്മൾ ഇവാച്ചൻ വന്നതിന് ശേഷം നമ്മൾ ഏറെക്കുറെ വ്ളോഗിങ് ചെയ്തിട്ടേ ഇല്ല. അവൻ്റെ കൂടെ തന്നെ ആയിരുന്നു കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ദുബായിൽ വന്നിട്ട് വ്ളോഗ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ്. അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ച് വ്ളോഗിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ബാൽക്കണി നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ലോകത്തുള്ള എല്ലാ കാറുകളും കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഞാനൊരു വണ്ടിപ്രാന്തൻ ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര കൗതുകമാണ്. ഓരോ വണ്ടികളിങ്ങനെ കാണുക, അതിൻ്റെ ഡീറ്റെയിലൊക്കെ പോയി നോക്കുക, ഇതൊക്കെ തന്നെയാണ് ഇവിടെ വന്നിട്ടും പരിപാടികൾ. പക്ഷേ ഇതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഇവിടെ ബർദുബായ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുർജ് ഖലീഫയും ദുബായ് ഫ്രെയിമും ഒക്കെ കാണാനായിട്ട് പറ്റും. ഇത് കണ്ടില്ലേ, ദൂരെ കാണുന്നുണ്ട് ബുർജ് ഖലീഫ. ഇവിടുന്ന് ഒരു അരമണിക്കൂർ ട്രാവലുണ്ട്. അതേപോലെ അതാണ് ദുബായ് ഫ്രെയിം ഇതായി കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ദുബായ് ഫ്രെയിം കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ ഓൾറെഡി ഇപ്പം ബുർജ് ഖലീഫ ഒന്ന് കാണാൻ പോയി. താഴെ നിന്ന് കാണുന്ന പോയ കഥയാണ് പറയണേ. ഫ്യൂച്ചർ മ്യൂസിയത്തിൽ പോയി, അതിൻ്റെയൊക്കെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഇവിടെ ബർദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാർട്ടീഷനിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ഇതില്ലേ ഒരു ചെറിയ ഇടുങ്ങിയ സ്പേസ്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഞാൻ നിന്ന സ്ഥലം വളരെ ചെറിയൊരു സ്പേസ് ആട്ടോ. അത് ഇത്രയേ ഉള്ളൂ. ശ്വാസം കിട്ടാൻ ഇവിടെ വന്ന് നിൽക്കാം എന്നുള്ളതേ ഉള്ളൂ. രാവിലെ ഏകദേശം ഒരു 11 മണിയായി ഇവിടെ. ഇതാണ് നമ്മുടെ കുഞ്ഞു റൂം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ റൂം നമ്പർ. രാവിലെ അച്ഛൻ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ തന്നെ ആയിരിക്കും ഫുൾ പരിപാടി. ഹായ് പറയാം എല്ലാവർക്കും. എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കേ. മോൻ എന്ത് ചെയ്യുവാന്ന് പറ. എന്താ കാണുന്നത്? എന്താ വീഡിയോ കാണുന്നേ? ആണോ? ഓക്കെ, മോൻ കണ്ടോ? മോൻ്റെ കിഡ്സ് എടുത്ത് കണ്ടോ കേട്ടോ. കുറച്ച് സമയം എന്തായാലും പണ്ട് അങ്ങനെ അധികം സ്ക്രീൻ ടൈം നമ്മൾ കൊടുക്കാറേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ക്രീൻ ടൈം കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം ഈ പാർട്ടീഷൻ ആയത് കാരണം കൂടുതൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് പുറത്താക്കും. അപ്പം ഇതാണ് നമ്മുടെ ഫുൾ സ്ക്രീനിൽ റൂം കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, എന്തോത്തിനോ പിണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ചെയ്തതിന് ശേഷം വേഗം വരും. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്തിട്ട് അമ്മ അവിടെ കിച്ചണിൽ ഇവാച്ചൻ എന്താ ഉണ്ടാക്കണേ? ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. ബ്രെഡും ബട്ടറും ഏത്തയ്ക്ക പുഴുങ്ങിയതും ഒക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടില്ലേ, ആ പാടൊരു കട്ടിലും ഒരു അലമാരയായിട്ടുള്ള സ്ഥലമേ ഉള്ളൂ. അവനാണെങ്കിൽ അത് എപ്പോഴും നല്ല കോളമാക്കി വെക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. എങ്ങനെയുണ്ട്? അടിപൊളി റൂമല്ലേ? നമുക്കൊരു ചെറിയൊരു അലമാര പോലെ സ്ഥലം. ഇതൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്, ഈ ഒരു സ്റ്റാൻഡ് പോലത്തെ സംഭവം. ആക്ച്വലി ഇത് പൂജയ്ക്ക് വെക്കുന്ന സാധനമാണ്. പക്ഷേ ഇവിടെ അത് വെക്കാനായിട്ടുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഇതൊക്കെ തന്നെ. പിന്നെ റൂം എപ്പോഴും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. അവൻ്റെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ തന്നെ. ഇതുണ്ടല്ലേ, ഇത് വാച്ചൻ്റെ ടോയ്. ഇത് വാച്ചൻ്റെ അടിപൊളി ഒരു ടോയ് ആണ്. പിന്നെ ഈ വാച്ചൻ്റെ ഇതെന്താടാ? ഇതെന്താ? ഇത് ഇവാച്ചന്റെ ബർത്ത്ഡേക്ക് ഇവാച്ചന്റെ ആര് തന്നെയാടാ ഇത്? ടിവിൻ തന്നതാണ്. പിന്നെ ഇത് അവൻ്റെ ബ്ലോഗ്സ്. ഇതൊക്കെ തന്നെയാണ് ഇവാച്ചൻ്റെ ഇവിടുത്തെ മെയിൻ പരിപാടികൾ.
എടാ ഇതൊക്കെ നോക്കടാ, വീഡിയോ പിന്നെ കാണാം. എന്തെങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ടാക്കി കാണിക്കാമോ വീഡിയോയില്? വേഗം ഒരു ബ്ലോക്ക് ഉണ്ടാക്കി കാണിക്കാമോ? ഒരു കാര്യം ചെയ്യും, 2 ജീപ്പ് ഉണ്ടാക്കി കാണിക്കാം. അപ്പോഴത്തേക്ക് അമ്മയെ കാണിച്ചിട്ട് അമ്മയെ കാണിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കുടിവെള്ളം. നമ്മൾ ഈ ക്യാനാണ് ഇതിങ്ങനെ മേടിക്കണം. കുടിവെള്ളം ഇത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. പിന്നെ ഇവിടെ ഷെൽഫൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴുകാനുള്ള ഡ്രസ്സൊക്കെ ഇവിടെ കൂട്ടിയിടും, വേറെ നിവർത്തിയില്ല. ഇവിടെ നമ്മൾ ഉണക്കാനായിട്ട് ഇടും, വിരിക്കും, കഴുകി തുണി ഉണക്കാൻ. പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ആട്ടോ വരുന്നത്. ഒന്നതേ അവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ബാത്റൂമൊക്കെ അത്യാവശ്യം നീറ്റാണ്, ക്ലീനാണ്, കുഴപ്പമൊന്നുമില്ലാത്ത ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ അറിയാവുന്നവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാന്നുള്ളതാണ്. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അങ്ങനെ നമ്മുടെ വാവ ഹായ്. വ്ളോഗിങ് ദുബായിൽ ആദ്യത്തെ വ്ളോഗിങ്. എന്താ പരിപാടി? ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് എന്താണ് സ്പെഷ്യൽ? അതെ ഞാൻ പറഞ്ഞു 11:30 കഴിഞ്ഞു എന്ന് പറഞ്ഞു സമയം. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? ബ്രെഡും ബട്ടറും പിന്നെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡും ബട്ടറും പിന്നെ ഏത്തക്ക പുഴുങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതൊരു കോമൺ കിച്ചണാണ്. ഇവിടെ നമുക്കിതാ ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇവിടെ 3 ഗ്യാസിന് അടുപ്പുണ്ട്. ഇവിടെ 9 ഫാമിലീസാണ് ഉള്ളത്, കണ്ടില്ല. കിച്ചൺ സ്പേസൊക്കെ എപ്പോഴും നമുക്ക് കിട്ടും, കുഴപ്പമൊന്നുമില്ല അല്ലേ. അങ്ങനെ വലിയ റഷും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെയാണ്. അതെ, വാഷിംഗ് മെഷീൻ ഫ്രീ ആണ്. എന്നാൽ പിന്നെ നമുക്ക് എല്ലാവരും തുണിയൊക്കെ ഉണക്കിയിട്ടെങ്ങനെയാണ് തുണി കഴുകാനുള്ള പരിപാടി നോക്കാം. വളരെ പെട്ടെന്ന് അതങ്ങ് ചെയ്താൽ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഫുൾ കവറോളാണ്, അതൊരുമിച്ചിട്ട് കഴുകി ഇതിനകത്തുള്ള കരിയും ഇതൊക്കെ. അത് പിന്നെ എന്തൊക്കെയുണ്ട് പോക്കറ്റില്. അങ്ങനെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത് കവറോൾ മാത്രം ഇട്ട് കഴുകും. ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി അടുത്ത സ്റ്റെപ്പ്. ഞായറാഴ്ചത്തെ പരിപാടികളൊക്കെ തന്നെ. എടാ ഫോൺ മാറ്റി വെക്കടാ, നീ വേറെ എന്തെങ്കിലും കാണടാ. മോനൊരു ബ്ലോക്ക് ഉണ്ടാക്കടാ. എന്തുവാടാ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി കാണിക്കടാ. അപ്പൊ പറഞ്ഞല്ലേടാ, ഒന്ന് ഓഫ് ചെയ്യടാ പ്ലീസ്. എല്ലാരും മോന്റെ ബ്ലോക്ക് കാണാനായിട്ട് കാത്തിരിക്കുവാടാ. മക്കള് നന്നായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുമെന്ന് അപ്പ പറഞ്ഞേക്കുന്നേ. വേഗം ഒരു ബ്ലോക്ക് ഉണ്ടാക്കടാ. ഈ വാച്ച് വാടാ. കണ്ടോ, എല്ലാരും നോക്കി കണ്ടോ, എല്ലാരും കാണുന്നുണ്ട് കണ്ടോ, ഫുൾ ടൈം മൊബൈലിലായിരിക്കുന്നേന്ന് കണ്ടോ. അയ്യേ ഈ വാച്ചു അങ്ങനെ എല്ലാരെ കൊണ്ടും പറയിപ്പിക്കല്ലോ കേട്ടോ. ഈ വാച്ച് എപ്പോഴും മൊബൈൽ കണക്കാണെന്ന് എവിടുന്ന ഒരു കാര്യമില്ല, വേറെ നിവർത്തിയില്ലെന്നേ. കാര്യം നമുക്ക് ഈ ഒരു സമയത്ത് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേ അടുക്കളയിൽ അവളും ചെയ്യുന്ന സമയത്ത് ഇവൻ വെറുതെ നിന്ന് കഴിഞ്ഞാൽ ഇവൻ ആകെപ്പാട് ബഹളമാണ്. ഈ പാർട്ടീഷൻ ആയതാണ് തൊട്ടപ്പുറത്തെ റൂമുകളാണ്. ഇങ്ങേറ്റത്തൊരു പുള്ളിക്കാരനൊക്കെ ഉണ്ട്. എല്ലാവരും പറയും, പക്ഷെ പുള്ളി മാത്രമാണ് ഒരു ഭയങ്കര നെഗറ്റീവാണ്. കൊച്ചിൻ്റെ സൗണ്ട് ഉണ്ടായ അപ്പോഴേ വന്നിട്ട് ഡിസ്റ്റർബൻസ് പറയും. ബാക്കി നമ്മുടെ കൂടെ താമസിക്കുന്നത് മംഗലാപുരത്തുള്ളവരുണ്ട്, നോർത്ത് ഇന്ത്യയിലുണ്ട്, 3 മലയാളി ഫാമിലീസ് ഉണ്ട്. ഇവർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കൊച്ചിൻ്റെ സൗണ്ട് കിട്ടുന്നൊന്നും പരാതി പറയും. ഇവിടെ എന്ന് വെച്ചാൽ പാർട്ടീഷനിൽ പൊതുവേ കുഞ്ഞുങ്ങളങ്ങനെ അലൗഡ് അല്ല. അത് കാരണം നമുക്കും കൂടുതൽ അങ്ങോട്ട് കിടന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ മാക്സിമം ഒതുങ്ങാന്നുള്ളേ ഉള്ളൂ. ഞാൻ രാവിലെ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേക്കും. ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്കും പോകും. 7 മണിക്ക് ജോലിക്ക് കയറണം. വൈകിട്ട് 4 മണി വരെയാണ് ടൈമിങ് ഉള്ളത്. പക്ഷെ എങ്ങനെ ആയാലും ഇറങ്ങുമ്പോൾ 5:30-6 മണിയാവും. നോർമൽ പ്രത്യേകിച്ച് വർക്കുകളൊന്നും ഇല്ല നോർമൽ ഡേയ്സിൽ. അതല്ല വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ രാത്രി 9-10 മണിയൊക്കെ ആവും. ഇപ്പം പുള്ളിക്കാരത്തി ഒരു ചെറിയ ജോലിക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ട്. അത് വിസയുടെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് എത്രമാത്രം അത് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. സാലറിയൊക്കെ വളരെ കുറവാണ്. ഇവിടെ സർവേ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വേറെ ട്രൈ ചെയ്യുന്നുണ്ട്.
അതെന്താണ് ഫ്യൂച്ചറെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് വേറെ നോക്കാം. ഇപ്പോൾ തൽക്കാലം മോനെ നമ്മൾ രാവിലെ അപ്പോൾ അവനെ 8-9 മണിയാകുമ്പം ഡേ കെയറിൽ ഉണ്ടാക്കും. വൈകിട്ട് ഞാൻ വരുമ്പം 5-6 മണിയാകുമ്പോഴത്തേക്ക് അവനെ വിളിച്ചുകൊണ്ട് വരും. പിന്നെ കിട്ടുന്ന കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ അവനിവിടെ കിടന്ന് ഓടാനും ചാടാനും ഒക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് വൈകുന്നേരങ്ങളിലൊക്കെ വെളിയിലൂടെ രാത്രിയിലൊക്കെ നമ്മൾ കണ്ട് ഈ കാണുന്ന ഏരിയയല്ലേ ഇവിടെ കൊണ്ടുവരും. ഇവിടെയാണ് അവൻ്റെ ലോകം. ഇവിടെ കിടന്ന് കളി, ഓട്ടവും ചാട്ടവും, ക്രിക്കറ്റ് കളി, അത് ഇതൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ്റെ പരിപാടികൾ. അപ്പോൾ ദുബായിലെ ഒരു ഇൻട്രഷൻ ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ജസ്റ്റ് ഒരു ലൈഫും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. കിട്ടുന്ന സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം 9 മാസമായി ഞാൻ വന്നിട്ട്. അങ്ങനെ നമുക്ക് ഫാമിലിയെ കൊണ്ടുവന്ന് ഇവിടെ വലിയൊരു റൂം എടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലൊന്നും അല്ല. എന്നിട്ടാൽ തന്നെ നമ്മളൊരു റിസ്ക് എടുക്കാമെന്ന് പറയത്തില്ല. ഒരു റിസ്ക് എടുത്ത് നോക്കുകയാണ്. നല്ലപോലെ ഒരു ജോലി കാര്യങ്ങൾ പുള്ളിക്കാരത്ത് കിട്ടിയാൽ ഓക്കെ ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കാര്യം മോനെയൊക്കെ ഇവിടെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നല്ല കോസ്റ്റാണ്. അപ്പോൾ അത് നമ്മളെ കണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യില്ലെന്നുണ്ടെങ്കിൽ പ്രവാസിയായിട്ട് കുറച്ചാൾ നിൽക്കുക. ഇതൊക്കെ തന്നെയാണ് ഒരു ശരാശരി മലയാളിയെ പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗിങ് തൽക്കാലം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. നന്നല്ലേ വാച്ച ഈ ഇടവഴി കൂടെ കിടന്ന് കാർ ഓടിക്കാൻ തന്നെയാണ് ഇവൻ്റെ പരിപാടി. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഫസ്റ്റ് ഒരു ഇൻട്രോ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ രാവിലെ ഉറക്കം ചെയ്തു, പല്ല് ചെയ്ത് പോലുമില്ല. കാർട്ടൂൺ പോയാ? കാർട്ടൂൺ വേണോ? ബ്രഷ് ഒക്കെ ചെയ്ത് ഫുഡ് കഴിക്കാം. എന്നിട്ടുണ്ട് ജീവ് ഗുഡ് ബോയ് ആണോ? ആണോ ഇല്ലയോ? ആണോ ഇല്ലയോ? ഇങ്ങോട്ടാ. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ വ്ളോഗ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണേന്ന് പറയേ. പറ വീഡിയോ എല്ലാവരും കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, അക്കളയണേ. വീഡിയോ അപ്പോൾ എല്ലാവരും കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ പറ. See you tomorrow പറ. പറയടാ. See you tomorrow. ഇവകുട്ടി പറഞ്ഞ ഭയങ്കര രസം. See you tomorrow. പറഞ്ഞേ. അപ്പൊ ഓക്കെ, ബൈ.